ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ പാറ്റ്നയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. തുടർന്ന് NDA യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുക്കും. മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ച് ഏറെക്കുറെ ധാരണയിലെത്തിയിട്ടുണ്ട്. എങ്കിലും സ്പീക്കർ ആരാകണം എന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. KK പ്രശാന്ത് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ചേരും. പ്രശാന്ത്, ബീഹാറിൽ ഡബിൾ എഞ്ചിൻ പ്രവർത്തനക്ഷമമായി തുടങ്ങാനിരിക്കുന്നു. അത് സംബന്ധിച്ച എല്ലാ നീക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി. പക്ഷേ മന്ത്രിമാരുടെ എണ്ണം എത്ര എന്നത് സംബന്ധിച്ചുള്ളതിലും ഒപ്പം സ്പീക്കർ, ഇത്തരം കാര്യങ്ങളാണല്ലോ ഇനിയൊരു വ്യക്തത വരാനുള്ളത്. സ്വപ്ന, രാവിലെ 10 മണിക്ക് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം പാറ്റ്നയിൽ ചേരും. ആ യോഗത്തിലായിരിക്കും ഇക്കാര്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പദവികൾ BJPക്ക് ലഭിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാകുക. അതിനുശേഷം NDA യോഗം എന്നുള്ളതാണ് BJP നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യക്കാണ് നിലവിൽ ബീഹാറിന്റെ പൂർണ്ണമായ ഇത്തരം ചുമതലകൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹം നിലവിൽ ബീഹാറിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അമിത്ഷാ കൂടി ഈ യോഗത്തിലേക്ക് എത്തിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 MLA-മാർക്ക് 1 മന്ത്രിമാർ എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്കും JDU-വിനും ഒക്കെ തന്നെ 13 വീതം മന്ത്രിമാരുണ്ടാവും. അങ്ങനെ ആ ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത്. LJPക്ക് 3 മന്ത്രിമാർ ലഭിക്കും. ഒരുപക്ഷെ ഇതിൽ എത്രത്തോളം ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ ആദ്യ ധാരണ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ LJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു ധാരണയിലേക്ക് നീക്കങ്ങൾ നടന്നിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. നിലവിലെ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 2 ഉപമുഖ്യമന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിലെ പോലെ തന്നെയാണ്. അവർ തന്നെയായിരിക്കും ഇത്തവണയും ഉപമുഖ്യമന്ത്രിമാരുണ്ടായത്. BJP തന്നെയായിരിക്കും സാമ്രാജ് ചൗധരിയും വിജയകുമാർ സിൻഹയും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത് നന്ദകിഷോർ. നന്ദകിഷോർ യാദവ് അദ്ദേഹമാണ് കഴിഞ്ഞ തവണ സഭയെ നയിച്ച സ്പീക്കറായി ഉണ്ടായിരുന്നത്. ഇത്തവണ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ പുതിയ സ്പീക്കറെ കണ്ടെത്തണം. JDU ഇതിനായി അവകാശവാദം ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിലുള്ള തുടർ ചർച്ചകളാണ് പ്രധാനമായി നടക്കേണ്ടത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കണം. നാളെയാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒപ്പം തന്നെ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഗാന്ധി മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാജ്ഭവനെ അറിയിക്കാൻ തന്നെയാണ് നിലവിൽ BJPയും NDAയും തീരുമാനിച്ചിട്ടുള്ള. സ്വപ്ന, പ്രശാന്തി, മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ചൊക്കെ ചില തീരുമാനങ്ങൾ വരാനിരിക്കുന്നു. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ചും ചില ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ JDU-വിനും ആഭ്യന്തര വകുപ്പ് വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ വളരെ ശക്തമായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നു, NDA യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച തർക്കം എങ്ങനെയാണ്? സ്വപ്ന, കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്ത അതേ വകുപ്പുകൾ പൂർണ്ണമായും ഇത്തവണയും എടുക്കുക എന്ന നിലയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. എന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കൃത്യമായി BJPക്ക് അറിയാം. ഏത് ഘട്ടത്തിൽ എങ്ങോട്ട് തിരിയുമെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു നേതാവാണ്. ഭരണം നിലനിർത്താൻ ആരുമായും സഖ്യമുണ്ടാക്കും. ഇത് വളരെ കൃത്യമായി അറിയാം. മാത്രമല്ല, ഇതിപ്പോൾ കേവലം ബീഹാറിന്റെ വിഷയം മാത്രമല്ല, രാജ്യ തലസ്ഥാനത്തും നിർണായക നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നേക്കും. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ ണക്കിയാൽ അത് സർക്കാരിന് തന്നെ വലിയ തലവേദനയാവും. അതുകൊണ്ടാണ് ഇത്രയധികം വലിയ നീക്കങ്ങൾ, രാഷ്ട്രീയ പോരാട്ടം തന്നെ BJP ബീഹാറിൽ കാഴ്ചവെച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഈ നിലവിലുള്ള മന്ത്രിമാർക്ക് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച അല്ലെങ്കിൽ BJPക്ക് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ JDU-വിന് ലഭിച്ചിരുന്ന ഏതൊക്കെ വകുപ്പുകളാണ്, അതിൽ വലിയ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം, LJP വലിയ ശക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ മന്ത്രിസ്ഥാനം വേണം, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പദവികൾ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. സമാനമായ ആവശ്യം RLM-ഉം HAM-ഉം കൂടി വെക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ രാവിലത്തെ BJPയുടെ യോഗം നിർണായകം തന്നെയാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്ത പോലെ വകുപ്പുകളുടെ കാര്യത്തിൽ BJP വിട്ടുവീഴ്ച ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും പ്രാദേശികമായുള്ള വികാരം എന്ന് പറയുന്നത് ഇത്രയധികം വിട്ടുവീഴ്ച ഇത്തരത്തിൽ JDU-വിനൊക്കെ നൽകേണ്ടതില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം BJPക്ക് നിലവിലുള്ള ആളുകളെയൊക്കെ കൂട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുള്ള സംഘടനാ സംവിധാനവുമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും JDU-വിന് കീഴടങ്ങുന്നതിനോട് കീഴ്പ്പെടുത്തുന്നതിനോട് BJPയിലെ ചില നേതാക്കൾക്കെങ്കിലും എതിർപ്പ് ഉയർന്നുണ്ട്. മുതിർന്ന നേതാക്കളാണ് ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നത്. സീറ്റ് ലഭിക്കാത്ത ആളുകളുണ്ട്. ഇതോടൊപ്പം തന്നെ MLC അംഗങ്ങൾ ആരൊക്കെയാകും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം 75 പേർക്ക് MLC അംഗങ്ങളായി ബീഹാർ നിയമസഭയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സ്വപ്ന, മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ബീഹാറിൽ പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്നത്.